സ്വാമി ചൈതന്യാനന്ദ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഈ ശൃംഗേരി മഠത്തിലെ ഈ സ്വാമിക്കെതിരെ 19 യുവതികളുടെ പരാതിയുള്ളതാണ്. ഇതേ ആൾ തന്നെ ഈ പറയുന്ന ആലുവയിലെ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. വാസ്തവമുണ്ടോ? ആലുവയല്ല, കാലടി. കാലടിയിൽ അല്ലേ? കാലടിയിൽ ഇങ്ങനിപ്പോൾ ശൃംഗേരി മഠമാണല്ലോ ഇയാളെ പുറത്താക്കിയത്. അതെ, ശൃംഗേരി മഠം തന്നെ പ്രസ്താവന ഇറക്കി. ശൃംഗേരി മഠം തന്നെ 19 യുവതികളുടെ പരാതിയെ തുടർന്ന് പോലീസിൽ പരാതിപ്പെട്ടു ഇയാൾക്കെതിരെ. ഇയാളുമായിട്ടുള്ള ബന്ധവും വിച്ഛേദിച്ചു. അപ്പോൾ ഇപ്പോൾ വരുന്ന വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ശ്രീരാമകൃഷ്ണ മിഷനിൽ കാലടിയിലെ ആശ്രമത്തിൽ ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് അയാൾ അവിടെ തട്ടിപ്പ് നടത്തി, സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ട് 1997 മുതൽ 2002 വരെയാണ് രാമകൃഷ്ണ മിഷനിൽ ഉണ്ടായിരുന്നത്. രാമകൃഷ്ണ മിഷനിൽ നിന്ന് കാലടിയിൽ തട്ടിപ്പ് നടത്തിയതിന് പുറത്താക്കിയതാണ് എന്ന് രാമകൃഷ്ണ മിഷൻ ഇപ്പോൾ ഇമെയിലിൽ ശൃംഗേരി മഠത്തിനെ അറിയിച്ചിട്ടുണ്ട്. ശൃംഗേരി മഠം രാമകൃഷ്ണ മിഷനിൽ ഇയാൾ നേരത്തെ ജോലി ചെയ്തു എന്നൊക്കെ ഇയാൾ മറ്റേ ജീവചരിത്രക്കുറിപ്പ് കൊടുക്കുമല്ലോ ജോലി കിട്ടാൻ വേണ്ടി മഠത്തിൽ ചേരാൻ. അപ്പോൾ രാമകൃഷ്ണ മിഷനോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ അവർ ഒരുപാട് വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ അവർ മറ്റേ ശ്രീമദ് രാമകൃഷ്ണ മിഷനിൽ നിന്ന് ശൃംഗേരി മഠത്തിലേക്ക് കിട്ടിയ ഇമെയിലിലുള്ള വിവരമാണ് ഇയാൾ കാലടിയിലുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇയാൾ മൊത്തത്തിൽ തരികിടയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് ഇയാൾ പറയുന്നത് ഇയാൾക്ക് MBAയും PhDയും ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് സംശയാസ്പദമാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇയാളുടെ പുസ്തകങ്ങളിൽ ഒരു പുസ്തകത്തിന് അവതാരിക സ്റ്റീവ് ജോബ്സ് ആണ് എഴുതിയിരിക്കുന്നത്. ഈ കാര്യത്തിലും സംശയമുണ്ട്. സ്റ്റീവ് ജോബ്സ് മരിച്ചു പോയല്ലോ. സ്റ്റീവ് ജോബ്സിന് ഇന്ത്യയായിട്ട് ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം ഉത്തരാഖണ്ഡില്, അദ്ദേഹത്തിന്റെ ഗുരു ഉത്തരാഖണ്ഡിലായിരുന്നു അല്ലേ? അദ്ദേഹം ഇതൊക്കെ IT സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് മുമ്പേ ആത്മീയത തേടി ഇന്ത്യയിൽ വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ വിധവ ഈ പ്രയാഗ്രാജിൽ കുംഭമേളയ്ക്കും വന്നിരുന്നതാണ്. അപ്പോൾ സ്റ്റീവ് ജോബ്സിന്റെ വേറൊരെണ്ണത്തിലെ റിവ്യൂ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് എഴുതിയതായിട്ട്, ഈ കാലത്ത് ഇതുപോലൊരു മഹാനായ സ്വാമി ഇല്ല എന്നൊക്കെ രവിശങ്കർ പ്രസാദ് പറഞ്ഞതായിട്ട് ഒരു പുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ രവിശങ്കർ പ്രസാദിനെ പറ്റിച്ചാണോന്നും നമുക്കറിയില്ല. ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ പോലീസ്. ഇയാൾ ന്യൂഡൽഹിയിൽ വസന്ത് കുഞ്ചിൽ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെൻറ്റിൽ 19 കുട്ടികളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. ചിലർ മാനഭംഗപ്പെടുത്തിയിട്ടും ഉണ്ട് എന്നുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ എന്നിട്ടാണ് ശൃംഗേരി മഠം പുറത്താക്കിയത്. അപ്പോൾ ഡോക്ടർ സ്വാമി പാർത്ഥസാരഥി എന്നാണ് ഇയാളുടെ മുമ്പത്തെ പേരായിട്ട് കരുതുന്നത്. അന്ന് ഇയാൾ സമർപ്പിച്ച രേഖകൾ ഒക്കെ ഇപ്പോൾ ശരിക്കും വെരിഫൈ ചെയ്ത് വരികയാണ്. രാമകൃഷ്ണ മിഷനിലാണ് ഇയാൾ തുടങ്ങിയത് തട്ടിപ്പ്. സിലിഗുരിയിലാണ് ഇയാൾ ജനിച്ചത് എന്നാണ് രാമകൃഷ്ണ മിഷന് കിട്ടിയിട്ടുള്ള രേഖകളിൽ പറയുന്നത്. സിലിഗുരിയിൽ നിന്ന് ഇയാൾ കൊൽക്കത്ത, ഒഡീഷ ഒക്കെ വന്നു. 1999 ഡൽഹിയിലെത്തി. രാമകൃഷ്ണ മിഷൻ രേഖകളിൽ ഇയാൾ ജനിച്ച ഇതായിട്ട് പറയുന്ന 1970 ഫെബ്രുവരി 25 അതാണ് പറയുന്നത്. അപ്പോൾ സെപ്റ്റംബർ 5-ാം തീയതി, ഈ കഴിഞ്ഞ സെപ്റ്റംബർ 5-ാം തീയതിയാണ് രാമകൃഷ്ണ മിഷൻ ശൃംഗേരി മഠത്തിന് ഇമെയിൽ അയച്ചിരിക്കുന്നത് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇയാൾ രാമകൃഷ്ണ മിഷനിലെ ഗഹനാനന്ദയിൽ നിന്നാണ് മന്ത്രദീക്ഷ സ്വീകരിച്ചത് എന്ന് രാമകൃഷ്ണ മിഷൻ പറയുന്നുണ്ട്. പക്ഷേ ഇയാളെ ഒരു ബ്രഹ്മചാരിയാക്കുകയോ സന്യാസിയാക്കുകയോ ഒന്നും രാമകൃഷ്ണ മിഷൻ ചെയ്തിട്ടില്ല എന്ന് രാമകൃഷ്ണ മിഷൻ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇയാൾക്ക് ഈ തട്ടിപ്പിൻ്റെ ഒരു മുൻചരിത്രം ഉണ്ടെന്ന് അറിയാതെയാണോ ഈ മഠം ഇയാളെ സ്വീകരിച്ചത്? ശൃംഗേരി മഠം സ്വീകരിച്ചപ്പോൾ ഇയാൾ രാമകൃഷ്ണ മിഷനിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ കാലടിയിലെ മഠത്തിലുണ്ടായിരുന്നു, ഞാൻ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ. ഒന്നാമത് നമ്മൾ നോക്കുമ്പോൾ നിങ്ങളൊരു പത്രത്തിലേക്ക്
മാധ്യമത്തിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ മനോരമയിൽ ജോലി ചെയ്ത എന്ന് പറഞ്ഞാൽ ധാരാളമാണല്ലോ. വലിയ വിശ്വാസ്യതയല്ലേ വരുന്നത്. രാമകൃഷ്ണ മിഷൻ വലിയൊരു സ്ഥാപനമല്ലേ. അതിന്റെ അകത്തിരിക്കുന്നവരൊക്കെ എത്രമാത്രം ബ്രില്യൻ്റ് ആയ ആളുകളാണ്. രാമകൃഷ്ണ മിഷനിൽ നമ്മുടെ രംഗനാഥാനന്ദയൊക്കെ പോലുള്ള ആളുകൾ ഇരുന്നിട്ടുള്ള സ്ഥലമല്ലേ വിവേകാനന്ദൻ തുടങ്ങിയത് അല്ലേ. അപ്പൊ ആ വിശ്വാസ്യത വരികയാണ്. സംശയിക്കേണ്ട സാഹചര്യം എപ്പോഴാ വരുന്നത്? തട്ടിപ്പ് നടത്തുമ്പോ. അപ്പൊ അയാളെ പുറത്താക്കിയല്ലോ 2002 കാലടിയിൽ വെച്ചിട്ട്. അപ്പൊ മിഷനപ്പൊ രാമകൃഷ്ണ മിഷൻ ഇന്നാണെന്നൊക്കെ പറയുമ്പോ ഇവരങ്ങ് എടുക്കുകയാണ്. അവര് വെരിഫൈ ചെയ്തായിരിക്കുമല്ലോ എന്നും വിചാരിക്കുന്നു. അപ്പോ അന്ന് ഗഹനാനന്ദ രാമകൃഷ്ണ മിഷന്റെ വൈസ് പ്രസിഡന്റാണ്. അത് കഴിഞ്ഞാണ് പാർത്ഥസാരഥി രുദ്ര എന്ന് ഇയാളെ പറ്റി പറയുന്നുണ്ട്. അതായിരിക്കാം പേര്. ചിലപ്പോൾ അത് വ്യാജ പേരുമായിരിക്കാം, വേറെ എന്തെങ്കിലും പേരായിരിക്കാം. അങ്ങനെ സംഭവിക്കാം. അപ്പോൾ കാലടി അദ്വൈതാശ്രമത്തിലേക്ക് വിടുന്നത് 2001 ഏപ്രിലിൽ ആണ് കാലടി അദ്വൈതാശ്രമത്തിലേക്ക് വിടുന്നത്. അവിടെ അക്കൗണ്ടുകളിൽ കൃത്രിമം നടത്തി, സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്ന് കണ്ടെത്തി. പിന്നെ വ്യാജ ഇമെയിലുകൾ അവിടെ ഉണ്ടാക്കിയിട്ട് അതുപയോഗിച്ച് പലതും ചെയ്തു എന്നുള്ള വിവരം ഒക്കെ കിട്ടി. അപ്പോൾ 2002 മാർച്ചിലോ ഏപ്രിലോ ആണ് അവിടെ നിന്ന് പുറത്താക്കുന്നത്. എന്നാൽ കഷ്ടിച്ച് 1 കൊല്ലമേ കാലടിയിൽ ഉണ്ടായിട്ടുള്ളൂ ഈ വ്യാജസ്വാമി മാങ്കൂട്ടൻ സ്വാമി. അപ്പോൾ ഇയാളെ ബ്രഹ്മചാരിയായിട്ടോ സന്യാസിയായിട്ടോ ഔപചാരികമായിട്ട് രാമകൃഷ്ണ മിഷൻ ചേർത്തിട്ടില്ല. ഔദ്യോഗികമായിട്ടല്ലേ? ഇല്ല. ഇയാളൊരു സന്യാസിയായിട്ട് അവർ അംഗീകരിച്ചിരുന്നില്ല. ഒരു മന്ത്രദീക്ഷ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സന്യാസിയായിട്ട് അതിന്റെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, ചിട്ടവട്ടങ്ങളൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ 2008 മാർച്ച് 18 ഈ രാമകൃഷ്ണ മിഷൻ ഇപ്പോൾ ശൃംഗേരി മഠത്തിന് അറിയിച്ചിരിക്കുന്ന വിവരം 2008 മാർച്ച് 18 ഒരു വിദ്യാർത്ഥിനി രാമകൃഷ്ണ മിഷന് ഒരു ഇമെയിൽ അയച്ചിരുന്നു. അതിൽ പറഞ്ഞിരുന്നു ഈ പാർത്ഥസാരഥി ഫ്രോഡാണ്, ഹീസ് എ ഫ്രോഡ് എന്ന് പറഞ്ഞിരുന്നു. അയാൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നാഷണൽ അഡ്വൈസറി കൗൺസിൽ അംഗമാണ്, ദേശീയ ഉപദേശക സമിതി അംഗമാണ് എന്ന് അയാൾ പറയുന്നു, അവകാശപ്പെടുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി അന്വേഷിച്ചു, ഇയാൾ ഫ്രോഡാണെന്ന് കണ്ടെത്തി. ആ വിവരമാണ് അറിയിച്ചത്. അതായത് ഇയാൾ എന്താ പറയുക, ശൃംഗേരി മഠത്തിൻ്റെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന ശേഷം രാമകൃഷ്ണ മിഷനിലേക്ക് ഈ ശൃംഗേരി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ വിവരങ്ങൾ അറിയിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വിദ്യാർത്ഥികൾ അറിയിച്ചു. രാമകൃഷ്ണ വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ചെയർമാനാണെന്ന് ഇയാൾ അവകാശപ്പെടുന്നു. ഒഡീഷ സർക്കാർ ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. ഒഡീഷയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് എന്തൊക്കെയോ തട്ടിപ്പെടുത്തിട്ട് ഇതും വിദ്യാർത്ഥികൾ കണ്ടുപിടിക്കുകയും അറിയിക്കുകയാണ് ചെയ്തത്. ഇയാൾ ശരിക്കും രാമകൃഷ്ണ മിഷനിൽ ഉണ്ടായിരുന്നോ എന്ന് തന്നെ അന്വേഷിക്കണം എന്നിപ്പോൾ പോലീസ് പറയുന്നുണ്ട്. ഈ ഈസ്റ്റ് ഇന്ത്യ, അതായത് നമ്മുടെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തൊക്കെ 1999 മുമ്പ് 1999 ഡൽഹിയിലെത്തി. അതിന് മുമ്പ് നമ്മുടെ കിഴക്കേ ഇന്ത്യയിൽ പല സ്ഥാപനങ്ങളിലും പ്രവർത്തിച്ചു എന്ന് ഇയാൾ അവകാശപ്പെടുന്നുണ്ട്, ബയോഡാറ്റയിലുണ്ട്. ചില അനുയായികൾക്കൊപ്പമാണ് ഇയാൾ ശൃംഗേരി മഠത്തിൽ ചേരാൻ വന്നത്. അവരും സന്യാസിമാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ പിടിച്ചു കൂടിയപ്പോൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവരും തട്ടിപ്പുകാരാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവരെയും പുറത്താക്കിയിട്ടുണ്ട് ശൃംഗേരി മഠം. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ ബൂത്ത് സ്കൂൾ ഓഫ് ബിസിനസ്സിലാണ് ഇയാൾ പഠിച്ചത് എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത്. ഓണററി ഡോക്ടറേറ്റുകൾ പലയിടത്തു നിന്നും കിട്ടി എന്ന് ഇയാൾ അവകാശപ്പെടുന്നുണ്ട്. ഇയാളുടെ ഒരു പുസ്തകം ഫൊർഗെറ്റ് ക്ലാസ് റൂം ലേണിംഗ് എന്നാണ് ഇയാളുടെ ഒരു പുസ്തകത്തിൻ്റെ ശീർഷകം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇയാൾ ഒരു ക്ലാസ് റൂമിലും പഠിച്ചിരിക്കാൻ സാധ്യതയില്ല. മറക്കൂ ക്ലാസ് മുറികളെ എന്നാണല്ലോ, അപ്പോൾ ഒരു ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ അതിൻ്റെ അവതാരികയാണ് സ്റ്റീവ് ജോബ്സ് എന്ന് കാണുന്നത്.
തട്ടിപ്പായിരിക്കും. ആ. അത് സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയായിരിക്കും. രവിശങ്കർ പ്രസാദ് റിവ്യൂ എഴുതിയിരിക്കുന്നത്, ഈ പുസ്തകത്തിന് റിവ്യൂ എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് വൺ ഓഫ് ദി ഫൈനസ്റ്റ് മൈൻഡ്സ് ഓഫ് കണ്ടംപററി ഇന്ത്യ എന്ന് രവിശങ്കർ പ്രസാദ് പറഞ്ഞിട്ടുണ്ട്. സമകാലിക ഇന്ത്യയിലെ ഗംഭീരമായൊരു മനസ്സ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബറാക്ക് ഒബാമ അവിടെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ട്രാൻസ്ഫോമിങ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ഇയാളുടെ. അത് ഗൈഡായിട്ട് ഉപയോഗിച്ചിരുന്നു ബറാക്ക് ഒബാമ എന്ന് ഇയാൾ അവകാശപ്പെട്ടിട്ടുണ്ട്. ഇയാളുടെ ഒരു BMW ഇപ്പൊ പോലീസ് കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇയാളുടെ ഒരു വോൾവോയുടെ കഥ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഐക്യരാഷ്ട്രസഭയുടെ നമ്പറാണ് അതിനുള്ളത്, നമ്പർ പ്ലേറ്റ്. വോൾവോ, ചുമന്ന വോൾവോ നമ്പർ പ്ലേറ്റ്. ഒരു BMW ഇപ്പൊ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് അയാള് ഈ ചാൻസലർ എന്നുള്ള നിലയിൽ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചാൻസലർ എന്ന നിലയിൽ പണം വെട്ടിച്ചിട്ട് മേടിച്ചതാണ് BMW എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ BMW-ല് ഇയാളൊരു യുവതിയെ ഋഷികേശിലേക്ക് കൊണ്ടുപോയിട്ട് കാറിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പരാതിയുണ്ട്. ഇത് ഇവിടെ പഠിക്കുന്ന ഈ പെൺകുട്ടികളെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ചൂഷണം ചെയ്തതാണ് ഈ മാങ്കൂട്ടൻ സ്വാമി, ഇവരെ ചൂഷണം ചെയ്തതാണ്. ഇപ്പോൾ ഇയാൾ വേഷം മാറി സഞ്ചരിക്കുക. ഏറ്റവും ഒടുവിൽ കണ്ടത് ആഗ്രയിലാണ്. ഇതുവരെ പിടിച്ചിട്ടില്ല. വേഷം മാറി സഞ്ചരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഇയാൾ അവിടുത്തെ ഗേൾസ് ഹോസ്റ്റലില് ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഇയാളുടെ വീഡിയോ ഇയാളുടെ മൊബൈലിൽ കാണുന്നുണ്ടായിരുന്നു എന്ന്. അവിടുത്തെ കുളിമുറികളിൽ ഒളിക്യാമറ വെക്കുകയൊക്കെ ചെയ്തിരുന്നു. കാരണം 3 വാർഡന്മാര് ഇയാൾക്ക് വേണ്ടിയിട്ട് പെൺകുട്ടികളെ വഴങ്ങാൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊരു ഈ മാങ്കൂട്ടൻ സ്വാമിക്കൊരു കാലടി കണക്ഷനും വന്നു പെട്ടിരിക്കുന്നു. ഇതൊരു അറിയാത്ത രഹസ്യമായിരുന്നു. ഇതാണിപ്പോൾ നമ്മൾ പുറത്തോട്ട് ആദ്യമായിട്ട് നമ്മൾ പറയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.